ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ 5-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിച്ചത്. അവിടെ യോഗിനഃ, യോഗികൾ കായേന മനസാ ബുദ്ധ്യാ ഇന്ദ്രിയൈഹി അപി, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും. അവിടെയൊക്കെ കേവല ശബ്ദം ചേർക്കണമെന്ന് പഠിച്ചു. അപ്പോൾ കേവലമായ ശരീരം കൊണ്ട്, കേവലമായ മനസ്സുകൊണ്ട്, കേവലയായ ബുദ്ധിയെ കൊണ്ട്, കേവലങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് സംഘം വെടിഞ്ഞ്, എൻ്റെ, എനിക്ക് എന്ന സംഘം വെടിഞ്ഞ് കർമ്മം ചെയ്യുന്നു. എന്തിനാ? അവിടെ പറഞ്ഞു ആത്മശുദ്ധയെ, അന്ധകരണത്തിൻ്റെ ശുദ്ധിക്കായിക്കൊണ്ട്. ഇപ്പം യോഗികളുടെ കർമ്മം, കർമ്മയോഗം, അത് ചിത്തശുദ്ധിക്ക് ഉപകരിക്കുന്നു. എന്താ യോഗികളുടെ കർമ്മത്തിൻ്റെ വിശേഷം? ഒന്നാമത് പറഞ്ഞു സംഘം ത്യക്ത്വ, എനിക്ക്, എൻ്റെ എന്നുള്ള ഫലസംഘം ഉപേക്ഷിച്ചു. യോഗികളുടെ കർമാചരണത്തിൻ്റെ സവിശേഷതയെ പറഞ്ഞു കേവലങ്ങളായ എന്ന്. നമ്മൾ കരണങ്ങളോടുകൂടി പലതിനെയും ചേർത്ത് വയ്ക്കുകയാണ്, പല പല സങ്കല്പങ്ങളെ ചേർത്ത് വയ്ക്കുകയാണ്. യോഗി കേവലമായ മനസ്സിനെ കൊണ്ട്, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ചെയ്യേണ്ട പണിയാണെങ്കിൽ കേവലമായ കണ്ണുകൊണ്ട്, ചെവി കൊണ്ടുള്ള പണി കേവലമായ ചെവി കൊണ്ട്, മറ്റ് സങ്കല്പങ്ങളെ കൂട്ടിക്കലർത്താതെ. നമ്മൾ നല്ല വിശദമായി ചിന്തിച്ചു. തുടർന്ന് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. നോക്കൂ. യുക്തഃ കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്തഃ കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. യുക്തഃ കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്തഃ കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. യുക്തഃ, യുക്തൻ. യുക്തൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കിൻ്റെ അർത്ഥം ചേർന്നവൻ എന്നാണ്. ചേർന്നവൻ.
തന്നോട് ചേർന്നവൻ. ഇനി പല പല സന്ദർഭങ്ങളിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ സംബന്ധിക്കുന്ന അറിവിനെ പ്രതിപാദിക്കുമ്പോൾ അതിനോട് ചേർന്നവൻ എന്ന അർത്ഥത്തിൽ യുക്തെന്ന് പറയാറുണ്ട്. ഇപ്പം സവിശേഷമായ എന്തെങ്കിലും ചില അറിവുകളെ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഒരു വസ്തുവിൻ്റെ സാങ്കേതിക ജ്ഞാനം ഉദാഹരണം. അപ്പോൾ സാങ്കേതിക ജ്ഞാനത്തോട് ചേർന്നവൻ യുക്തൻ. അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള അറിവിനെ പറയുമ്പോൾ അതിനോട് ചേർന്നവൻ യുക്തൻ, അങ്ങനെ പറയാറുണ്ട്. ഉയർന്ന തലത്തിൽ തന്നോട് ചേർന്നവനാണ് വാസ്തവത്തിൽ യുക്തൻ. അതുകൊണ്ട് നമുക്ക് സമാഹിതൻ എന്ന് പറയാം. സമാഹിതനായ വ്യക്തി, അങ്ങുമിങ്ങും ഛിന്ന ഭിന്നമായി പോകാതെ തന്നിൽ അടക്കം വന്നിരിക്കുന്നവൻ, തന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്നവൻ ആണ് യുക്തൻ. കുറച്ചുകൂടി സൂക്ഷ്മ വിചാരം ചെയ്താൽ യോഗയുക്തൻ എന്ന് പറയാം. യോഗയുക്തൻ. ഇവിടെ ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന പ്രകരണത്തിൽ 10ാം ശ്ലോകത്തിൽ ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ, 11ാം ശ്ലോകത്തിലും സംഗം ത്യക്ത്വാ എന്നാവർത്തിച്ചു. 2 ശ്ലോകങ്ങളിലും സംഗം ത്യക്ത്വാ. ഇപ്പം സംഘം പിടിഞ്ഞ് കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് കർമ്മയോഗം. അതിനുശേഷം യുക്തൻ എന്ന് പറഞ്ഞാൽ കർമ്മയോഗത്താൽ യുക്തൻ, കർമ്മയോഗത്തോട് യുക്തനായവൻ. അതിന് വ്യക്തമാണത്. എങ്ങനെ കർമ്മയോഗത്തോട് യുക്തൻ എന്ന് പറയുന്നു? 10ാം ശ്ലോകത്തിലും 11ാം ശ്ലോകത്തിലും ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട്. അനന്തരം യുക്തൻ എന്ന് പറഞ്ഞാൽ കർമ്മയോഗത്തോട് യുക്തനായവൻ. യുക്തഃ കർമ്മഫലം ത്യക്ത്വാ, കർമ്മഫലത്തെ ഉപേക്ഷിച്ച്. അവിടെ ചോദ്യം, ആർക്കെങ്കിലും കർമ്മഫലത്തെ ഉപേക്ഷിക്കാൻ കഴിയുമോ? കർമ്മത്തിന് ഫലം സ്വാഭാവികമായി വന്നു ചേരില്ലേ? കർമ്മത്തിൻ്റെ ഫലം നമുക്ക് എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും? അസാധ്യമാണ്. ഇപ്പം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആ അഗ്നിജ്വാലയിലേക്ക് നമ്മൾ വിരൽ സ്പർശിച്ചാൽ അതിൻ്റെ ഫലം പൊള്ളുക എന്നുള്ളത് നിശ്ചയമായി സംഭവിക്കും. ഇവിടെ ഇരുന്നിടത്തിരിക്കാം, ഇനി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാം, അതിൻ്റെ അടുത്ത് പോയി നിൽക്കാം, വിരലിടാതെ നിൽക്കാം. പക്ഷെ വിരൽ കൊണ്ട് സ്പർശിച്ചുവെങ്കിൽ പൊള്ളും. അപ്പം എനിക്ക് കർമ്മം ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട്, ചെയ്യാതിരിക്കാൻ അധികാരമുണ്ട്, അന്യഥാ ചെയ്യാൻ അധികാരമുണ്ട്. ആ വിളക്കിലെ തിരി നേരെയാക്കാനായിട്ട് അവിടെ പോവാം, വേണമെങ്കിൽ വിളക്ക് ഉരുട്ടി മറിച്ച് താഴെടാനും പോവാം. അപ്പം കർത്തും അകർത്തും അന്യഥാ കർത്തും അധികാരം എനിക്കുണ്ട്, സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ട്. ഇപ്പം കർമ്മത്തിൽ നമുക്ക് അധികാരമുണ്ട്, ഫലത്തിൽ അധികാരമില്ല. അത് തട്ടിമറിച്ചിട്ടാ വീഴും. പിന്നെ അയ്യോ വീണല്ലോ പൊട്ടിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ടൊരു പ്രയോജനമില്ല. അതിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ പൊള്ളും, പിന്നെ കരഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല. ഇപ്പം കർമ്മത്തിന് ഫലം സഹജമായി സ്വാഭാവികമായി വന്നു ചേരും. അത് മാറ്റാൻ ആർക്കും കഴിയില്ല. അപ്പോൾ പിന്നെ കർമ്മഫലം ത്യക്ത്വ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർമ്മഫലത്തെ എങ്ങനെ ത്യജിക്കാൻ പറ്റും? മറുപടി, ഇതിൻ്റെ ഫലം എനിക്ക് ഇന്നത് കിട്ടണം, അതിനായിക്കൊണ്ട് ഞാൻ ഇന്നത് ചെയ്യുന്നു, ഞാൻ ഇന്ന കർമ്മം ചെയ്യുന്നു, ഇന്ന ക്രിയയെ ചെയ്യുന്നു, അതിന് ഇന്ന ഫലം കിട്ടണം എന്നുള്ള മമത്വ സംഘത്തെ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ അർത്ഥം വരും. അങ്ങനെ സംഘം ത്യക്ത്വ കർമ്മഫലം ത്യക്ത്വ
ശാന്തിമാപ്നോതി നൈഷ്ഠികീം. നൈഷ്ഠികീം ശാന്തിം ആപ്നോതി. നിഷ്ഠാപൂർവമായ ശാന്തിയെ നേടുന്നു, ശാശ്വതമായ ശാന്തിയെ നേടുന്നു. നമുക്ക് താത്കാലികമായി ചില ശാന്തികളൊക്കെ എല്ലാവർക്കും കിട്ടും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അശാന്തിയായി. ചിലപ്പോൾ മനസ്സ് നല്ല ശാന്തമായിരിക്കും. ഇയാൾ പ്രശാന്തനായല്ലോ എന്ന് തോന്നും മറ്റൊരാൾക്ക്. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞാൽ കാണാം കല്ലങ്ങി മറിഞ്ഞിരിക്കും. പിന്നെ ശാന്താവും, പിന്നെ അശാന്താവും. ഇതാണ് ലൗകികമായ വൃത്തി. എന്നാൽ നൈഷ്ഠികയും ശാന്തിയും എന്ന് പറഞ്ഞാൽ നിഷ്ഠാപൂർവമായ ശാന്തി. നിഷ്ഠാപൂർവമായ ശാന്തി, അതിൽ വ്യതിചലനമില്ല. അയാളുടെ ശാന്തിയെ ഇല്ലാതാക്കാൻ ലോകത്തിൽ ഒരു ശക്തിയുമില്ല. ചിന്തിക്കുക. പരാം ശാന്തി, പരമമായ ശാന്തി. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് ഏറുകയോ കുറയുകയോ ചെയ്യാത്ത, ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യാത്ത ശാശ്വതമായ ശാന്തിഭാവത്തെ കാണിക്കാനാണ് നൈഷ്ഠികീം എന്ന് പറഞ്ഞത്. ഇതാണല്ലോ എല്ലാവരും ലക്ഷ്യമാക്കുന്നത്, അല്ലേ? എല്ലാവർക്കും ലക്ഷ്യം എന്താ? നൈഷ്ഠികയായ ശാന്തിയാണ്. ഇവിടെ ഒരു നേരം പോക്ക് എന്താ വെച്ചാൽ ശാന്തി ശമിച്ച അവസ്ഥയാണ്. ശമിച്ച അവസ്ഥയാണ് ശാന്തി. കരണങ്ങളെല്ലാം ശമിച്ചു, മനസ്സ് ശമിച്ചു, ബുദ്ധി ശമിച്ചു. ഇങ്ങനെ ശാന്തമായിരിക്കുന്ന അവസ്ഥയാണ്. ശാന്തതയിലാണ് ശാന്തി, അല്ലേ? അതെ. പക്ഷെ നമ്മൾ ശാന്തിക്ക് പരിശ്രമിക്കുന്നവരാ. പരിശ്രമം നിന്നാലാ ശാന്തി. നമ്മളെന്ത് ചെയ്യും? ശാന്തിക്ക് പരിശ്രമിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതുപോലെ ഒരാളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴാ ചോദ്യം, എന്തിനാ നീ ഇങ്ങനെ നടക്കണത്? ഒന്നിരിക്കാനാ സ്വാമി. എടാ നീ എനിക്കൊന്ന് ഇരുന്നാൽ പോരെ. പക്ഷെ നമ്മളറിയാതെ അത്രമാത്രം നമ്മൾ പ്രവൃത്തിയോട് താതാത്മ്യപ്പെട്ടിരിക്കുകയാണ്. ഒരാൾ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ചോദിക്കും, നീ എന്താ വെറുതെ ഇരിക്കണേ? എടേ, നീ എന്താ പണിയെടുക്കണമെന്ന് ചോദിച്ചാൽ കാരണമുണ്ട്, അതിന് ഒരു കാരണം വേണം. നീ എന്താ നടക്കണമെന്ന് ചോദിച്ചാൽ കാരണം വേണം. നീ എന്താ ഓടണമെന്ന് ചോദിച്ചാൽ കാരണം വേണം. ഇരിക്കാൻ കാരണം വേണോ? ഒരാൾ മിണ്ടാണ്ടിരിക്കുക എന്ന് വെച്ചോളൂ. അതെന്താ ഒന്നും മിണ്ടാണ്ടിരിക്കണം? എന്താ കാരണം? എടേ, മിണ്ടാണ്ടിരിക്കാൻ കാരണം വേണം. മിണ്ടാനല്ലേ കാരണം വേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇല്ലേ? ചിന്തിച്ച് നോക്കൂ. മിണ്ടാതിരിക്കാൻ കാരണം വേണോ? മിണ്ടാനാണ് കാരണം വേണ്ടത്. നടക്കാൻ കാരണം വേണം, ഓടാൻ കാരണം വേണം. അടങ്ങിയിരിക്കാൻ എന്ത് കാരണമാണ് വേണ്ടേ? പക്ഷേ ഈ ചോദ്യം പലപ്പോഴും നമ്മൾ നേരിടും ഈ ലോകത്തിൽ. എന്തുകൊണ്ട്? ലോകം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ജനങ്ങൾ അത്രമാത്രം പ്രവൃത്തിയുമായി താതാത്മ്യപ്പെട്ടിരിക്കുക. ചിന്തിക്കുക. ഇപ്പോൾ വാസ്തവത്തിൽ ശാന്തിക്കൊന്നും പ്രവർത്തിക്കേണ്ട. ശാന്തിക്കൊന്നും ചെയ്യാതിരുന്നാൽ ശാന്തിയായി. ഈ ചെയ്യണതല്ലേ അശാന്തി ഉണ്ടാക്കണത്. പക്ഷേ ഒന്നും ചെയ്യാണ്ടിരിക്കുക എളുപ്പമല്ല. ഒന്നും ചെയ്യാതെ 5 മിനിറ്റ് ഇരിക്കാൻ കഴിയുന്ന ആൾക്ക് ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ പറ്റും. എന്തും ചെയ്യാൻ പറ്റും. ഒട്ടും എളുപ്പമല്ല ഒന്നും ചെയ്യാണ്ടിരിക്കൽ. ഒട്ടും എളുപ്പമല്ല. 1,00,000 പേര് 10 ലക്ഷം പേരിൽ ഒരാൾക്ക് ചിലപ്പോൾ അത് സാധിക്കില്ല. 1 കോടി ജനങ്ങളിൽ ഒരാൾക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ കഴിഞ്ഞേക്കാം. അത്രേ കഴിയൂ. ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ നമ്മൾ
ഈ ചെയ്യലിൽ നിന്ന് പിന്തിരിയാൻ ചെയ്തുകൊണ്ടിരിക്കും, ഇരിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞതാ. അപ്പോൾ യുക്തൻ കർമ്മഫലത്തെ ത്യജിക്കുന്നതോടുകൂടെ ഇതെനിക്ക്, ഇതെൻ്റത് എന്നുള്ള താദാത്മ്യ സംഘം ഇല്ലാതാകുന്നതോടെ ശാന്തിയെ പ്രാപിച്ചു. അല്ലാത്ത കാലത്തോളം അയാൾക്ക് ശാന്തിയില്ല. കാരണം മനസ്സ് തിളച്ചുകൊണ്ടിരിക്കുക. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന് പലതിൻ്റെ പിന്നാലെ നട്ടോട്ടോടിക്കൊണ്ടിരിക്കുക. അയുക്ത കാമകാരേണ, അയുക്തൻ നേരെ വിപരീതം പറയുകയാണ്, അസമാഹിതൻ. ഈ പറഞ്ഞ യോഗബുദ്ധി ഇല്ലാത്തവൻ, യോഗബുദ്ധി ഇല്ലാത്തവൻ എല്ലാം ചെയ്യുന്നതൊരു ഒരു ഫലകാംക്ഷയോട് കൂടിയിട്ടായിരിക്കും. ഫലകാംക്ഷയില്ലാതെ ഒരു നിമിഷം ഒന്നും ചെയ്യുന്നത് അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എപ്പോഴും ഫലകാംക്ഷാബദ്ധനായിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾ അസമാഹിതനാണ്, അയാൾക്ക് സമാഹിതത്വമില്ല. ഒരു നിമിഷം പോലും തന്നിൽ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അസമാഹിതൻ. അതൊന്നും ചെയ്യാതിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല വെച്ചാൽ കയ്യോ കാലോ എന്തെങ്കിലും ഒന്നും ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഉറപ്പാണ്. വൃദ്ധ ഇങ്ങനെ ഇരിക്കുക വെച്ചാലും ഉണ്ടാവും കാലം ഇങ്ങനെ ഉറപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കൈ ഉറപ്പിക്കും, എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കും. ബാഹ്യമായിരിക്കുന്ന വിഷയങ്ങളിൽ തന്നെ ആകാംക്ഷയോട് കൂടിയിരിക്കുന്നവൻ അയുക്ത. കാമകാരേണ, കാമകാരത്താൽ, ഇവിടെ കാരശബ്ദത്തിന് കാരണം എന്നുള്ള, കരണം എന്നുള്ള അർത്ഥം തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്. കാമം കാരണമായിട്ട്, കാരേണ എന്നുള്ളതിന് ഭഗവാൻ ഭാഷ്യകാരൻ കരണേന എന്നുള്ള അർത്ഥമാണ് കൊടുക്കുന്നത്. കാമം കാരണമായിട്ട്, ആഗ്രഹങ്ങളുള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങൾ കാരണമായിട്ട്, അത് വേണം, ഇത് വേണം, ഇതും അതും കിട്ടിയാലോ അപ്പുറത്തുള്ളത് വേണം, അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി അദമ്യമായിരിക്കുന്ന ആഗ്രഹങ്ങൾ. ഇവിടെ ചോദ്യം കാമകാരമാണ് പറഞ്ഞത്. കാമം എന്താ? കാമം കാമം അപ്രാപ്തമായ വസ്തുവെ സുഖഹേതുവിനായി ആഗ്രഹിക്കുന്നതാണ് കാമം. ഒന്ന് അപ്രാപ്തമായ വസ്തുവാണ്, അതിനെ സുഖഹേതുവിന്, അതിനെ പ്രാപിച്ചാൽ സുഖമുണ്ടാകും, അത് കിട്ടിയാൽ സുഖമുണ്ടാവും എന്ന സങ്കല്പത്തോടു കൂടി ആഗ്രഹിക്കുന്നതാണ് കാമം. അങ്ങനെ നമ്മൾ പലതിനെ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിലുള്ള പലതിനെ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിലുള്ള സകലവും ആഗ്രഹിച്ചാലും മതി വരാതെ ഇതിനപ്പുറത്ത് എന്തൊക്കെയുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതും ആഗ്രഹിക്കുന്നു. സ്വർഗം, പരലോകം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹിക്കുകയും ചെയ്യും, അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യും. എന്താ ഓരോരോ ഇല്ലേ വർത്തമാനവും പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവരിങ്ങനെ സ്വർഗം കണ്ടിട്ട് പറയാമെന്നാണ് നമുക്ക് തോന്നുക. അത് പല വിശദീകരണം കണ്ടവൻ കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് പലർക്കും വലിയ താല്പര്യമാണ്. ഈ ചിദാനന്ദപുരി സ്വാമിയോട് തന്നെ എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്നറിയോ, സ്വാമി സ്വർഗത്തെപ്പറ്റി വർണ്ണിച്ചു തരുമോ, സ്വാമി സ്വർഗത്തെപ്പറ്റി ഒരു വർണ്ണന പറഞ്ഞു തരുമോ? നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. പക്ഷെ 3 വ്യവസ്ഥയുണ്ട്. ഒന്നാമത് ഞാൻ മരിക്കണം, രണ്ടാമത് നിങ്ങൾ മരിക്കണം, മൂന്നാമത് നമ്മൾ 2 പേരും ഒത്തുചേരുകയും വേണം. നല്ലേ പറയാൻ പറ്റും, അല്ലാണ്ട് എങ്ങനെയാണ്? മരിക്കാണ്ട് എനിക്ക് സ്വർഗത്തെക്കുറിച്ച് അറിയുമോ? കാണാത്തതിനെക്കുറിച്ച് ഞാനെങ്ങനെയാണ് പറയുക? ഇനി ഞാൻ പോയി കണ്ടു എന്ന് വിചാരിച്ചോളൂ, നിങ്ങളോട് ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തരിക? അപ്പം നിങ്ങളും മരിക്കണം, നമ്മൾ 2 പേരും മരിച്ചാലും ഒന്നിച്ചാവണ്ടേ? നല്ലേ പറയാൻ പറ്റുമോ? അല്ലാണ്ട് എങ്ങനെ പറയാൻ പറ്റുക?
എന്നിട്ട് പൊട്ടത്തരങ്ങൾ എല്ലാവർക്കും കൊണ്ട് സ്വർഗത്തെ. ഹിന്ദുവിൻ്റെ വർണ്ണന, മുസ്ലിമിൻ്റെ വർണ്ണനയൊക്കെ കേട്ട് കഴിഞ്ഞാൽ കേമാണ്. ഗന്ധർവന്മാരിങ്ങനെ പാട്ടുപാടുക, അപ്സരസ്സുകൾ നൃത്തം ചെയ്യുക, തിന്നാനും കുടിക്കാനുള്ള വകകൾ ഇഷ്ടം പോലെ. അതാണ് ഇവിടുത്തെ സ്വർഗങ്ങൾ. ഈ ഹിന്ദുക്കളുടെ സ്വർഗങ്ങളിൽ അങ്ങനെയാണ് പൊതുവെ, പുരാണങ്ങളിലൊക്കെ അങ്ങനെയാണ്. എത്ര ഗന്ധർവന്മാരാ ഭഗവാനെ പാട്ടുപാടാൻ, നൃത്തം ചെയ്യാൻ, അപ്സരസ്സുകളോ, തിന്നാനും കുടിക്കാൻ എന്ത് സ്വാദിഷ്ടങ്ങളായ ഭക്ഷണങ്ങളാണ്. അത് ഒക്കെ കേട്ട് വായിലിങ്ങനെ ഇവിടുന്ന് വെള്ളം ഊറുമ്പോഴാണ് പറയണത് വിശപ്പുണ്ടാവില്ല എന്ന്. വിശപ്പില്ലാത്ത ആൾക്ക് ഈ ഭക്ഷണം കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? വലിയ ശിക്ഷയല്ലേ അത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് പൊതുവെ ഹിന്ദുക്കളുടെ സ്വർഗങ്ങൾ. ഇസ്ലാമിൻ്റെത് അതിനേക്കാൾ ബഹുരസമാണ്. അടിയിലൂടെ നീരൊഴുക്കുള്ള, നിറയെ പച്ചപ്പുള്ള, 1072 ഹൂറികൾ പാത്രത്തിൽ മദ്യം കൊണ്ടുത്തരുന്ന, അങ്ങനെ. കാരണം ഈ ലോകത്തിലുള്ള എല്ലാം അനുഭവിച്ചിട്ടും മതിയാവുന്നില്ല. അപ്പോൾ സങ്കല്പിക്കുക, ഇത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നു. ഇതാണ് അതിരില്ലാത്ത കാമം. അപ്പോൾ ഉപനിഷത്ത് നമ്മളോട് പറഞ്ഞു തന്നു, യദേവേഹ തദമുത്ര, യദമുത്ര തദന്യഹ. ഇവിടെ എന്താ ഉള്ളത് വെച്ചാൽ അത് തന്നെ അവിടെ, അവിടെ എന്താ ഉള്ളത് വെച്ചാൽ അത് തന്നെ അവിടെ. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തോന്നും അവിടെ എന്തൊക്കെയോ കേമാണെന്ന്. അവിടെ ചെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ഒന്നും കേമല്ല. അതുകൊണ്ട് വ്യത്യസ്ത തലങ്ങളിൽ വ്യാഖ്യാനിക്കാവുന്ന മന്ത്രമാണ്. എന്താണോ ഇവിടെ ഉള്ളത് അത് തന്നെ അവിടെയും എന്നുള്ളത്. ശബ്ദത്തിന് ചിലപ്പുണ്ട്. ഇവിടെ എന്തോ അത് തന്നെ അവിടെ, അവിടെ എന്തോ അത് തന്നെ അവിടെ. ഇത് മനസ്സിലാക്കിയവൻ ഇവിടെയും കാമിക്കാൻ പോണില്ല, അവിടെയും കാമിക്കാൻ പോണില്ല. പക്ഷേ നമ്മൾ വിവിധങ്ങളായ കാമനകളിൽപ്പെട്ട് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് ആഗ്രഹിച്ച് ഫലേസക്ത, ഫലത്തിൽ ആസക്തനായിട്ട്, അവന് മറ്റൊന്നുമില്ല. ഫലചിന്ത വെടിഞ്ഞിട്ട് മറ്റൊരു ചിന്ത തന്നെ ഇല്ല. ഫലത്തെ വിട്ട് മറ്റൊരു ചിന്ത തന്നെ സാധ്യമല്ല. എന്ത് ചെയ്യുമ്പോഴും ഉടനെ ഫലം ചിന്തിക്കും. രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ പോലും എന്താ കിട്ടുക എന്ന് ആലോചിക്കും. എല്ലാ വിഷയത്തിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെയും എന്താ ഭഗവാൻ എനിക്ക് തരിക, എനിക്കെന്ത് കിട്ടും. ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫലം എനിക്കെന്ത് കിട്ടും, ഇതിൻ്റെ പ്രതിഫലം എന്ത് കിട്ടും. ഒരു രോഗിയെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ പോലും ഇതിൻ്റെ പ്രതിഫലം എനിക്കെന്ത് കിട്ടും. ഇങ്ങനെ എന്തിനെ സംബന്ധിച്ചും ഫലകാമന മാത്രം ചെയ്തുകൊണ്ട്, ഫലചിന്തയ്ക്ക് അപ്പുറത്ത് അവനൊരു വ്യക്തിത്വമില്ല. ഇതിനെനിക്ക് പ്രതിഫലം തരണേ എന്ന് പ്രാർത്ഥിക്കും. ഫലേസക്ത, അവനൊരിക്കലും ഫലത്തിൻ്റെ ചെറിയൊരു പരിമിതിക്ക് അപ്പുറത്തേക്ക് മോചനമില്ല. നിബദ്ധ്യതേ, നിശേഷേണ ബന്ധിക്കപ്പെടുന്നു. ഇതാണ് യുക്തൻ്റെയും അയുക്തൻ്റെയും വേർതിരിച്ചുള്ള പ്രസ്താവം. ആദ്യത്തെ ശ്ലോകത്തിൽ, ആദ്യത്തെ പാദത്തിൽ പറഞ്ഞു യുക്തഃ ശാന്തിം ആപ്നോതി. യുക്തൻ ശാന്തിയെ പ്രാപിക്കുന്നു. എങ്ങനെയുള്ള ശാന്തി? നൈഷ്ഠികീം, നിഷ്ഠാപൂർവമായ ശാന്തിയെ. അയുക്തഃ നിബദ്ധ്യതേ, അയുക്തനാവട്ടെ ബന്ധിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? ഫലേസക്തഃ, ഫലത്തിൽ ആസക്തനായതുകൊണ്ട്. യുക്തനാവട്ടെ സംഘം ഫലം ത്യക്ത്വാ, ഫലത്തെ ഉപേക്ഷിച്ച്. അപ്പം ഫലത്തെ അതിക്രമിക്കുക, ഫലചിന്തയെ അതിക്രമിക്കുക എന്നുള്ളതിൻ്റെ അപേക്ഷയിലാണ് ശാന്തിയും അശാന്തിയും. ഇവിടെ നമ്മൾ അടിസ്ഥാനമായി 2-ാം അധ്യായത്തിൽ പറഞ്ഞതിനെ വീണ്ടും വീണ്ടും ഓർമ്മിക്കണം. കർമ്മണ്യേവധികാരസ്തേ
മാ ഫലേഷു കദാചന. നിനക്ക് കർമ്മത്തിലേ അധികാരമുള്ളൂ, ഫലങ്ങളിൽ ഇല്ല. നമുക്ക് കർമ്മം ചെയ്യാം, ചെയ്യാതിരിക്കാം, അന്യഥാ ചെയ്യാം. അതിനനുസരിച്ച് ഫലം വന്നു ചേരും. നന്നായി ചെയ്തുവോ നന്നായി ഫലം വരും. ഫലത്തിലേക്ക് നമുക്ക് ആർക്കും നേരിട്ട് അധികാരമില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഒരു പിന്തിരിപ്പൻ ആശയമാണ്, ഫലത്തിൽ നമുക്ക് അധികാരമുണ്ട് എന്നൊക്കെ തോന്നും. ഒരു നിമിഷം ഇരുന്ന് ചിന്തിച്ചാൽ മതി. ചെയ്യാനും ചെയ്യാതിരിക്കാനും അന്യഥാ ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് അധികാരം. വലിയൊരു കെട്ടിടത്തിന് മണ്ടേക്ക് കയറാം, അവിടുന്ന് കുത്തനെ താഴോട്ട് ചാടാം, അവിടെ നിന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം, അങ്ങോട്ട് കയറാതെയും ഇരിക്കാം. ഇനി അവിടുന്ന് കുത്തനെ ചാടിയാൽ തല പൊട്ടിച്ചാവും എന്നുള്ളതിൽ നമുക്ക് യാതൊരു അധികാരവും ഇല്ല. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. കർമ്മം ചെയ്യാനും ചെയ്യാതിരിക്കാനും അന്യഥാ ചെയ്യാനും നമുക്ക് അധികാരമുണ്ട്. അതാണ് കർമ്മണി ഏവ അധികാരഹാതേ. നിനക്ക് കർമ്മത്തിൽ തന്നെയാണ് അധികാരം. മാ ഫലേഷു, ഫലങ്ങളിലില്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫലമില്ലാത്തതിനെക്കുറിച്ച്, നമുക്ക് അധികാരമില്ലാത്തതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് എന്ത് കാര്യം? ഇത്രയും വിലയേറിയൊരു ജന്മവും സമയവും പാഴാക്കുകയല്ലേ അതിലൂടെ? അധികാരമുള്ളത് ചിന്തിച്ചാൽ പോരെ, അധികാരം ഇല്ലാത്തത് ആലോചിച്ചിട്ട് എന്താണ്? കഴിഞ്ഞ ദിവസം ഒരാൾ, അയാൾക്ക് കുറച്ചൊരു ദേഷ്യം പിടിച്ചു സംസാരിച്ചപ്പോൾ. നമ്മളെന്ത് ചെയ്യാനാണ്? നമ്മളൊന്നും അയാൾക്ക് ദേഷ്യം പിടിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അയാൾ പറയാണ്, സ്വാമി പ്രധാനമന്ത്രിയാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ പറഞ്ഞു അത് വയ്യ, വിചാരിക്കാൻ വയ്യ. ഇന്നെന്താ ചെയ്യാന്നാണ് ചോദിക്കണത്. ഞാൻ പറഞ്ഞു വിചാരിക്കാൻ വയ്യ. ഒന്ന് പ്രധാനമന്ത്രി ആവാനല്ല പറഞ്ഞത്, ഒന്ന് വിചാരിച്ചോളൂ. എനിക്ക് വിചാരിക്കാൻ വയ്യാന്നേ. വേറെന്തൊക്കെ വിചാരിക്കാൻ ഇവിടെ സമയമല്ല മനുഷ്യന്, പിന്നല്ലേ വേണ്ടാത്ത വിചാരിക്കണം. അല്ല സ്വാമി, അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒന്ന് എടോ, പിന്നെ നീ ഇത് തന്നെ പറയുക. എനിക്ക് വിചാരിക്കാൻ വയ്യാന്നാ പറഞ്ഞത്. കുറേ നേരം കഴിഞ്ഞ് അയാൾ പോയി. എന്ത് ചെയ്യാനാ? എന്തൊക്കെ ചെയ്യുന്നതാണ് ചിലരങ്ങനെ. ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യില്ല. ശരി, താല്പര്യമുള്ളവരും അങ്ങനെ ഭാവന ചെയ്യാൻ കഴിയുന്നവരും അത് പറയട്ടെ. എനിക്കത് ഭാവന ചെയ്യാൻ വയ്യ, എൻ്റെ പോരായ്മയാണ്, ഞാനെന്ത് ചെയ്യും? ഒരാൾ പറഞ്ഞു, അങ്ങൊരു കള്ളം പറഞ്ഞു എന്ന് വിചാരിക്കാൻ വയ്യ, കള്ളം പറയില്ല. അങ്ങ് കള്ളം പറയുന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങ് കള്ളം പറഞ്ഞു എന്ന് വിചാരിക്കുക, അങ്ങനെ വിചാരിക്കാൻ വയ്യടോ. 2-3 എന്നാൽ അത്ര നിർബന്ധം വെച്ചാൽ താൻ കള്ളം പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഞാൻ കള്ളം പറഞ്ഞു എന്തിനാണ് താൻ വിചാരിക്കണത്? കള്ളം പറയാൻ വയ്യ. ചിന്തിക്കുക. ഇവിടെ സങ്കല്പങ്ങളെ കൊണ്ട് എപ്പോഴും തനിക്ക് ഒരധികാരവുമില്ലാത്ത വിഷയങ്ങളായിരിക്കാം, ഉള്ളതായിരിക്കാം, അതിനെക്കുറിച്ച് സങ്കല്പിച്ച് ആ സങ്കല്പങ്ങളെ കൊണ്ട് മെനഞ്ഞുണ്ടാക്കി ബന്ധിക്കപ്പെടുന്നു. നമ്മൾ നമ്മളെ തന്നെ ബന്ധിക്കുന്നു. എന്നാൽ യുക്തനോ തനിക്ക് അധികാരമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ പ്രവർത്തിക്കുന്നു. കർമ്മത്തിൽ നമുക്ക് അധികാരമുണ്ട്, ഫലത്തിൽ നമുക്ക് അധികാരം ഇല്ല. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ മതിയാവും. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു യൂണിവേഴ്സിറ്റിയിൽ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടൊരു ക്ലാസ് എടുക്കാൻ പോയത് ഓർമ്മിച്ചതാണ്. അവിടെ പോയി സാധാരണ യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലൊക്കെ പ്രസംഗിക്കാൻ പോയാൽ പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട്, ഒരു വിഷയം വെക്കരുത്, കുട്ടികളുടെ നോക്കിയിട്ട് എന്താ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നൊക്കെ. പക്ഷേ ഇത് ഇവർ വിഷയം വെച്ചിട്ടുണ്ട്. എന്നാൽ നല്ല കുട്ടികൾക്ക് യോജിക്കണ വല്ല വിഷയവും വെക്കണ്ടേ?
അവർ സന്യാസീനൊക്കെയാണ് വിളിച്ചതെന്നുള്ളത് കൊണ്ട് അവർക്ക് തോന്നിയൊരു വിഷയം വെച്ചു. എന്തൊരു കഷ്ടം അത്. വിഷയം വെച്ചത് കർമ്മയോഗം എന്നാണ്. ആർക്കാണ്? MBA വിദ്യാർത്ഥികളാണൊക്കെ. വിഷയം വെച്ച് അതിനോട് നീതി പുലർത്തണമല്ലോ. അതുകൊണ്ട് എന്താണ് കർമ്മയോഗം എന്നുള്ളത് കുറച്ച് നേരം, വളരെ കുറച്ച് നേരം പറഞ്ഞു. പിന്നെ സംശയങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. ഒരേ സമയത്ത് ആ ഹാളിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പല കുട്ടികളും ഒന്നിച്ചെഴുന്നേറ്റ്. അവർ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ഒരേ ചോദ്യമാണ് അവർക്ക്, ഒറ്റ ചോദ്യം. ഞങ്ങളെല്ലാവരും MBAക്ക് പഠിക്കുന്നവരാണ്. പഠനം കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഞങ്ങൾ നിയോഗിക്കപ്പെടുന്നു. അങ്ങനെ നിയോഗിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആ സ്ഥാപനത്തിന് പരമാവധി ലാഭമുണ്ടാക്കി കൊടുക്കുക. പരമാവധി ലാഭമുണ്ടാക്കി കൊടുക്കാനാണ് ഞങ്ങൾ നിയോഗിക്കപ്പെടുന്നത്. അപ്പോഴാണ് ഒരു സന്യാസി വന്നിട്ട് പ്രസംഗിക്കുന്നത് എന്ത്? കർമ്മണ്യേവധികാരസ്തേ മാ ഫലേഷു കദാചന. കർമ്മത്തിലേ നിനക്ക് അധികാരമുള്ളൂ, ഫലത്തിൽ അധികാരം ഇല്ല എന്ന്. എങ്ങനെ അത് യോജിക്കും? ന്യായമായ ചോദ്യമാണ്. ഈ സംഘാടകരോട് ആരെങ്കിലും പറഞ്ഞോ ഇവർക്ക് കർമ്മയോഗം എന്നുള്ള വിഷയം വെക്കാൻ? അപ്പം നമ്മൾ അന്ന് അവരോടൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു. ശരി, നിങ്ങൾ ഏറ്റവും ലാഭമുണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ടു, സമ്മതിച്ചു. അങ്ങനെ നിങ്ങൾ ജോലി ചെയ്തു. ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങൾ ചില പരിശോധനയൊക്കെ ചെയ്യില്ലേ, ചില പരിഗണനയൊക്കെ ചെയ്യില്ലേ? അതിന് ചില അക്കൗണ്ടൊക്കെ തയ്യാറാക്കില്ലേ? അതേതാ? ബാലൻസ് ഷീറ്റാണ് സ്വാമി. നോക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു കാര്യങ്ങൾ. ഇവിടെ ബാലൻസ് ഷീറ്റിലേക്ക് എത്തണമെങ്കിൽ നീ എന്ത് ചെയ്യും? അപ്പോൾ ആരോ വിളിച്ച് പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണെന്ന്. നമ്മൾ ചെവി കേൾക്കാത്ത പോലെ എന്താ ഒന്നും കൂടി ശബ്ദത്തിൽ പറയൂ. കേട്ടിട്ടുണ്ട്, ആദ്യമേ കേട്ടിട്ടുണ്ട്, കേൾക്കാഞ്ഞിട്ടൊന്നുമല്ല. ഒന്നും കൂടി ശബ്ദത്തിൽ പറയൂ. അപ്പോൾ അയാൾ ഒച്ചത്തിൽ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതെന്താ പ്രോഫിറ്റ് അക്കൗണ്ട് ആവാത്തേ? എന്തുകൊണ്ടാണ് അക്കൗണ്ടിന് പേര് പ്രോഫിറ്റ് അക്കൗണ്ട് ആവുന്നില്ല? പ്രോഫിറ്റിനാണല്ലോ സ്ഥാപനം നടത്തുന്നത്, പ്രോഫിറ്റിനാണ് എല്ലാവരും പണിയെടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് അക്കൗണ്ടിൻ്റെ പേര് പ്രോഫിറ്റ് അക്കൗണ്ട് അല്ല? ചിന്തിക്കുക. നീ നല്ലപോലെ ചെയ്യൂ, ചെയ്യാനേ നിനക്ക് കഴിയൂ. ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാവാം, ലോസ് ഉണ്ടാവാം. രണ്ടിനെയും സമചിത്തതയോടുകൂടി സ്വീകരിക്കാൻ നിനക്ക് കഴിയണം. എന്നിട്ട് കൂടുതൽ പ്രോഫിറ്റബിളായിട്ട് സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നീ പരിശ്രമിക്കുകയും വേണം. പക്ഷേ ആ ചെയ്തിയിൽ രണ്ടും നീ സ്വീകരിക്കാൻ സന്നദ്ധനാവണം. എങ്കിൽ മാത്രമേ നിനക്കൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇതാണ് ജീവിതം. അപ്പോഴാണ് നമ്മുടെ മനസ്സിലുള്ളൊരു കുട്ടി ചോദ്യം ചോദിക്കുന്നത്. പുറത്തുള്ള ആരും അല്ല കേട്ടോ, ഇപ്പം ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ എന്തായാലും കേരളത്തിൽ എന്തായാലും ഉണ്ടാവില്ല. പണ്ടൊക്കെ സ്കൂളിൽ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോ? അത് ഉണ്ടോ? എന്തിനാന്ന് എനിക്കറിയില്ല. ഇപ്പം ഉണ്ടെങ്കിൽ നമ്പർ ഇട്ടാൽ ജയിക്കണ സ്ഥലത്ത് എന്തിനാ പ്രോഗ്രസ് റിപ്പോർട്ട്? അതെന്തോ ആട്ടെ, പണ്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് പ്രോഗ്രസ് റിപ്പോർട്ട് എന്നാണ്. അതെന്താ അത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ എന്തുകൊണ്ട് വേറൊന്നില്ല? അവിടെ പ്രോഗ്രസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. എന്താ അറിയില്ല. ചിന്തിക്കേണ്ടത് തന്നെയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളെ ചിന്തിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ പ്രോഫിറ്റ് ആവട്ടെ ലോസ് ആവട്ടെ രണ്ടിനെയും സ്വീകരിച്ചേ നോക്കൂ. അതാണ് ജീവിതം. ഇത് മനസ്സിലാക്കി തനിക്ക് എന്തിലാണോ അധികാരം അതിൽ പ്രവർത്തിക്കുക. അതെന്താ? കർമ്മം. നമുക്ക് എന്തിൽ അധികാരമില്ലയോ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുക. അതെന്താ? ഫലം. അപ്പോൾ ഫലം വേണ്ടേ സ്വാമി? നല്ലോണം കർമ്മം ചെയ്യുന്ന നല്ലോണം ഫലം വരും, ഉറപ്പ്. മോശമായിട്ടാണോ കർമ്മം ചെയ്യുന്നത്, ഫലവും അതിനനുസരിച്ചാവും. എത്ര നന്നായി ചെയ്യാമോ അത്രയും നന്നായി ചെയ്യൂ.
ശ്രദ്ധ മുഴുവൻ കർമ്മത്തിലാവട്ടെ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒത്തുചേരുമ്പോൾ കർമ്മത്തെക്കുറിച്ചാണോ കൂടുതൽ ചർച്ച ചെയ്യാറ്, ഫലത്തെക്കുറിച്ചാണോ കൂടുതൽ ചർച്ച ചെയ്യാറ്? ഒരു രാഷ്ട്രത്തിലെ പൗരന്മാരെന്ന രീതിയിൽ നമ്മൾ അധികാരങ്ങളെക്കുറിച്ചാണോ അധികം ചർച്ച ചെയ്യാതെ ബാധ്യതകളെക്കുറിച്ചാണോ അധികം ചർച്ച ചെയ്യാറ്? ചിന്തിക്കുക, ചിന്തിച്ചേ മതിയാവും. അമ്മ നമ്മളെ പോറ്റി വളർത്തി ഇത്രയാക്കി. ഇനി അമ്മയിൽ നിന്ന് അധികാരം എന്താണെന്നാണോ ചിന്തിക്കേണ്ടത്, അല്ല അമ്മയോടുള്ള ബാധ്യത എന്താണോ എന്നാണ് ചിന്തിക്കേണ്ടത്? ആലോചിക്കൂ. അതുകൊണ്ട് എவ்விധമായാലും ഫലേ ശക്തഃ നിബധ്യതേ, ഫലത്തിൽ ശക്തനായാൽ ബന്ധിക്കപ്പെടുന്നു. ഇത് നമ്മൾ ഓർമ്മിക്കുക. അതുകൊണ്ട് സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. സർവകർമാണി മനസാ, ഒന്നും കൂടി നന്നാക്കാം അല്ലേ? ഒന്നും കൂടി അല്പം കൂടി നന്നാക്കാം. സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. വിജ്ഞാനിയുടെ നേരത്തെ പറഞ്ഞു, സർവകർമ്മങ്ങൾക്ക് ഉപരിയുള്ള വിജ്ഞാനിയുടെ അവസ്ഥ കുറച്ച് നേരത്തെ പറയണ്ടായി. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷൻ നഭി എന്നൊക്കെ നേരത്തെ പറഞ്ഞു. ആ വിജ്ഞാനിയുടെ സഹജസ്ഥിതി അതാ പറയണത്. അതുകൊണ്ട് ഈ ഫലേ ശക്തഃ നിബധ്യതയെന്ന് അറിഞ്ഞിരിക്കുന്ന ആള് അതിലൊന്നും ബന്ധിക്കപ്പെടുന്നില്ല. പിന്നെ ആ വിജ്ഞാനി എങ്ങനെയാണ് ഇരിക്കുന്നത്? സർവകർമാണി മനസാ സന്യസ്യ, സുഖം ആസ്തേ. സർവകർമ്മങ്ങളെയും, സർവകർമാണി ലൗകികവും വൈദികവും ഇനി നിത്യവും നൈമിത്തികവും കാമ്യവും പ്രായശ്ചിത്തവും എല്ലാം പലതരത്തിൽ കർമ്മങ്ങളെ പരിഗണിക്കാം. ഇപ്പോൾ നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം, അങ്ങനെ ഒരു പരിഗണന വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ച് പറയാം. ഇനി സാമാന്യമായിട്ട് കർമ്മങ്ങളെ ലൗകികമെന്നും വൈദികമെന്നും വിഭജിക്കാം. ലോകസിദ്ധവും വേദവിഹിതവും. അപ്പോൾ എല്ലാ കർമ്മങ്ങളെയും, ഇനി കർമ്മങ്ങളുടെ വേറെ വിഭജനങ്ങളുണ്ട് കിട്ടുമോ? ഇപ്പോൾ കർമ്മം എന്താണെന്ന് ഒരു വൈയാകരണനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല പറയുക. കർത്തുരീപ്സിതതമം കർമ്മ, കർത്താവ് ക്രിയയിലൂടെ എന്ത് പ്രാപിക്കാൻ ഇച്ഛിക്കുന്നുവോ അതാണ് വൈയാകരണൻ്റെ ദൃഷ്ടിയിൽ കർമ്മം. നൈയായികനോട് ചോദിച്ചാൽ ഇതൊന്നും അല്ല പറയുക. ഉത്ക്ഷേപണ അപക്ഷേപണ ആകുഞ്ചന പ്രസരണ ഗമനം, അതാണ് നൈയായികനോട് ചോദിച്ചാൽ കർമ്മം. മുകളിലേക്ക് ബലം കൊടുക്കുക, താഴേക്ക് ബലം കൊടുക്കുക, വിടരുക, ചുരുങ്ങുക, സഞ്ചരിക്കുക, അത്രയേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ച് നോക്കൂ, ലോകത്തിലെ ഏത് വസ്തുവിൻ്റെ ഏത് പണിയും ഇതിൽ ഒതുങ്ങിയതാ. ശരമോ അചരമോ എന്തോ ആയിക്കോട്ടെ, ഈ പറഞ്ഞ അഞ്ചിലൊതുങ്ങും. ഇനി കർമ്മമീമാംസ ചെയ്യുന്ന സമയത്ത് എന്താ കർമ്മം എന്ന് ചോദിച്ചാൽ ഇതും അല്ല പറയുക, അത് വേറെയാ. ഉത്പാദ്യം, ആപ്യം, വികാര്യം, സംസ്കാര്യം എന്നാ പറയുക. അപ്പം ഇവിടെ നമുക്ക് അങ്ങോട്ടൊന്നും പോകണമെന്നില്ല. ലൗകികം വൈദികം ചെയ്യേണ്ടുന്നത് ക്രിയാവിശേഷങ്ങൾ സർവകർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസിച്ചിട്ട്
എല്ലാ കർമ്മങ്ങളെയും സന്യസിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് സുഖമാസ്തേ, സുഖായിരിക്കുന്നു. എവിടെ ഇരിക്കുന്നു? നവദ്വാരേ പുരേ, 9 ദ്വാരങ്ങളോടുകൂടിയ പട്ടണത്തിൽ. ഒരു പട്ടണത്തിൽ അങ്ങനെ സുഖമായിട്ടിരിക്കുക. ഏതാണ് ആ പട്ടണം? 9 ദ്വാരങ്ങളോട് കൂടിയതാ. ഇതിൽ 2 കൂടിയും കൂട്ടിയിട്ട് 11 ദ്വാരം എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട് കേട്ടോ. പുരമേകാദശദ്വാരം അജസ്യാവക്രചേതസഹ എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. ഭഗവാൻ 2 കുറച്ചു, ഉപനിഷത്ത് 2 കൂട്ടിയെന്ന് പറയരുതേ. ഉപനിഷത്ത് 2 കൂട്ടി ദ്വാരം എന്ന് പറയരുത്, ഭഗവാൻ 2 കുറച്ചു എന്നേ പറയാൻ പാടുള്ളൂ. കാരണം മൂലം ഉപനിഷത്താണ്, ഗീതയല്ല. അപ്പോൾ ഏതാ ഇവിടെ പറഞ്ഞ 9? 2 കണ്ണിൻ്റെ ദ്വാരം, മൂക്കിൻ്റെ ദ്വാരം 4ആയി, ചെവിയുടെ ദ്വാരം 6ആയി, പിന്നെ വായയുടെ ദ്വാരം 7ആയി, പിന്നെ മലമൂത്രാദി വിസർജന സ്ഥാനങ്ങൾ അങ്ങനെ 9ആയി. അതിൻ്റെ കൂടെ മൂർധാവിലുള്ള ബ്രഹ്മരന്ധ്രവും പൊക്കിൾ കൊടിയും ചേർത്തിട്ടാണ് 11 മനസ്സിലാക്കേണ്ടത്. ഈ 9 ദ്വാരങ്ങളോട് കൂടിയ പട്ടണത്തിലിരിക്കുക. എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ട്. കാരണം ഈ സന്യസിച്ച ആൾക്ക് സുഖമല്ലാണ്ടില്ല. സന്യസിച്ച ആൾക്കളോട് സുഖമല്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ലോഹ്യം ചോദിക്കാറുണ്ട്, എന്താണ് സുഖം പിന്നെ സുഖമല്ലാണ്ടെന്ത്? അല്ല, അനിത്യം അസുഖം ലോകം എന്നൊക്കെയല്ലേ പറയണത്, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അതൊക്കെ വെറുതെ പറയുകയാണ് ഭഗവാൻ. നമ്മൾക്ക് വിരക്തി ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞതാ. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരികയാണ് കേട്ടോ. ശരി സ്വാമി, വിരക്തി ജനിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷെ നിങ്ങൾ പറഞ്ഞപ്പോൾ വെറുതെ പറയുകയാണെന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഭഗവാനെ അപമാനിക്കുകയല്ലേ? ശ്രീകൃഷ്ണ ഭഗവാനെ അപമാനിച്ചതല്ലേ നിങ്ങൾ? ചോദ്യം. ഒരിക്കലും അല്ല. ഭഗവാൻ വെറുതെ പറഞ്ഞതെന്ന് തെളിയിച്ചു തരാം. എന്താ ഭഗവാൻ പറഞ്ഞത് അർജുനനോട്? അനിത്യം അസുഖം ലോകം. ഈ ലോകം അനിത്യമാണ്, അസുഖമാണ്. എന്നാൽ ഈ ഭഗവാൻ്റെ മുഖത്ത് പുഞ്ചിരി എപ്പോഴെങ്കിലും മാഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴെങ്കിലും മഹാഭാരതത്തിലൂടെ കടന്നു പോയിക്കോളൂ, ബ്രഹ്മപുരാണത്തിലൂടെ കടന്നു പോയിക്കോളൂ, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവത പുരാണത്തിലൂടെ കടന്നു പോയിക്കോളൂ, ബ്രഹ്മാണ്ഡ പുരാണത്തിലൂടെ കടന്നു പോയിക്കോളൂ, ഹരിവംശത്തിലൂടെ കടന്നു പോയിക്കോളൂ. എപ്പോഴും ചിരിച്ചുകൊണ്ട് അവസാനം ശരീരം ഉപേക്ഷിക്കാൻ സമയമായപ്പോൾ ഒരു വേടൻ്റെ അമ്പ് ഏറ്റുവാങ്ങി ശരീരം ഉപേക്ഷിക്കുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് കിടക്കണത്. ചിരി മാഞ്ഞിട്ടില്ല മുഖത്തെ. അർജുനൻ അത് വ്യക്തമായി കണ്ടു. എന്നിട്ടാ പറയണത് അസുഖം ലോകം. അതാ വെറുതെ പറയണമെന്ന് പറഞ്ഞു. ആനന്ദസ്വരൂപനായി സുഖത്തിൽ തന്നെ കഴിഞ്ഞതാ. സുഖമല്ലാതെ ഒന്നില്ല. എപ്പം നമ്മൾ ഭലേ ശക്തനാവുന്നോ അപ്പം അസുഖമായി, പ്രശ്നങ്ങളായി. ആത്മാരാമനായി ആനന്ദസ്വരൂപമാണെന്ന ബോധത്തിൽ കഴിയുന്നവന് സുഖമല്ലാതെ മറ്റൊന്നില്ല. അവന് സുഖം തേടി എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സുഖമാസ്തേ, സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ട്രെയിനിൽ പോവുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു മാസത്തിനുള്ളിലാണ് ഇത്, ഈ ഒരു മാസത്തിനുള്ളിലാണ്. രണ്ട് പേര് അപ്പുറത്തുനിന്ന് വർത്തമാനം പറയുകയാണ്. അപ്പോൾ അവർ വിചാരിച്ചുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്
ഈ കാഷായം ഇതൊക്കെ കൂടി കണ്ടപ്പോൾ ഇയാൾക്ക് മലയാളം അറിയില്ല, മലയാളി അല്ല എന്നൊക്കെയാണ് ഇപ്പോൾ അവരുടെ വിചാരം. എന്താണെന്നറിയില്ല. അവർ പറയുകയാണ്, സുഖമായിരിക്കണത് കണ്ടോ, ഒന്നും ചെയ്യാണ്ട് ഒരു പണിയെടുക്കാണ്ട് സുഖമായി ജീവിക്കണ ജാതി സാധനങ്ങൾ. ഒരു പണിയെടുക്കാണ്ട് ഭഗവാനെ ഇനി വയ്യ. 24 മണിക്കൂറിൽ ഇപ്പോൾ എത്ര മണിക്കൂർ പണിയെടുക്കേണ്ടതെന്ന് പറയാൻ വയ്യ. അത്രയ്ക്ക് വിശ്രമമില്ലാത്ത പണിയാണ്. ഇരുന്ന് ചെയ്യേണ്ട പണി ചിലപ്പോൾ ഇരുന്ന് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അത്ര പോലുമാണ്, അത്ര പോലും തിരക്കാണ്. അത് വേറെ വിഷയം, അത് വേറെ വിഷയം. പക്ഷെ അവരുടെ കമൻ്റാണ്, ഞാൻ അത്രയ്ക്ക് ആയിട്ടില്ല, അത്ര ആയോ എന്ന് സംശയം. ഇത് ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് സുഖമായിരിക്കുകയാണെന്നേ. ഞാൻ അപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നുണ്ടോ ഉണ്ടോയെന്ന് ഇപ്പോൾ അവനറിയോ? ഞാൻ ചെയ്യണുണ്ടോ ചെയ്യണില്ല എന്ന് എങ്ങനെയാണ് പുറത്തറിയാം? എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ഒന്നും ചെയ്യാത്ത ആളാണോ? അല്ല ഒന്നും ചെയ്യാതെ തന്നെ ഒരുപാട് ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്ന ആളാണോ പുറമേന്നറിയോ? പക്ഷെ ഒന്ന് തരക്കേടൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട്, അതിന് കുറവൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാണ്ടെന്ന് പറഞ്ഞത് എത്രമാത്രം എന്നറിയില്ല. എന്തായാലും അവരോട് പറഞ്ഞു, അത്രയ്ക്കായിട്ടില്ല കേട്ടോ, അത്രയ്ക്കായിട്ടില്ല. അപ്പം നോക്കൂ, സുഖമാസ്തേ, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം സുഖമായിരിക്കാനാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. പക്ഷെ എല്ലാം ചെയ്യുന്നവന് സുഖമില്ല. എല്ലാവരും ഇപ്പം എല്ലാ പണിയും ചെയ്യണത് എന്തിനാ? ഇപ്പോൾ വല്ല പണിയും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പണിയാണ് ചെയ്യണത്? ഈ പണി ചെയ്യുന്നവരോട് ചോദിക്കുക, നീ എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്തിനാ ചെയ്യുന്നേ? സുഖത്തിനല്ലേ. സുഖാർത്ഥ സർവഭൂതാനാം മതാ സർവാ പ്രവൃത്തയ. എല്ലാ ഭൂതങ്ങളുടെ എല്ലാ പ്രവൃത്തികളും സുഖത്തിനായിക്കൊണ്ടാണ്, അതിൽ സംശയമില്ല. എന്നാൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സുഖം എവിടെയുള്ളത്? സുഖോട്ടില്ലേനും. ചിന്തിച്ചു നോക്കൂ. ഒന്നും ചെയ്യാത്തവനോ സുഖം, വളരെ സുഖം. ഇത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി നല്ലപോലെ, ഈ പറഞ്ഞതിൻ്റെ സൂക്ഷ്മാർത്ഥങ്ങൾ. ഇപ്പം സുഖത്തിനായിക്കൊണ്ട് ചെയ്യുന്നവന് സുഖമില്ല, ചെയ്യാതിരിക്കുന്നവന് സുഖം, വളരെ സുഖം. അതുകൊണ്ട് സന്യസ്യ, സർവകർമ്മങ്ങളെയും സന്യസിച്ച് സുഖം ആസ്തേ, സുഖമായിട്ടിരിക്കുന്നു. എവിടെ? നവദ്വാരേ പുരേ, നവദ്വാരമായ പുരത്തിൽ, ഈ ശരീരത്തിൽ. അപ്പം ചോദ്യം, സന്യസിച്ചിട്ട് ശരീരത്തിലിരിക്കണമെന്ന് പറഞ്ഞാൽ അല്ലാത്തവനും ശരീരത്തിൽ തന്നെയല്ലേ ഇരിക്കണത്? സന്യാസിയും അസന്യാസിയും ഒക്കെ ശരീരത്തിലല്ലേ ഇരിക്കണത്? ചോദ്യം ഇല്ലേ? ശരിയല്ലേ? ചോദ്യം യുക്തമല്ലേ? സന്യാസിയും അസന്യാസിയും ശരീരത്തിൽ തന്നെയായിരിക്കണത്. പിന്നെ എന്തിനാ സന്യാസി ശരീരത്തിലിരിക്കണമെന്ന് പറയണത്? അതിന് കാരണം സന്യാസിയെ ശരീരത്തിലിരിക്കുന്നുള്ളൂ, മറ്റുള്ളവരൊക്കെ ശരീരമായിട്ട് തന്നെയാണ് ഇരിക്കണത്. ഇല്ലേ? ഞാൻ നാള്, സംശയമില്ലല്ലോ. അതാണ്, ഞാനാണ്, ഞാൻ പെണ്ണ്, ഞാൻ തടിച്ചിട്ട്, ഞാൻ മെലിഞ്ഞിട്ട്, ഞാൻ വെളുത്തിട്ട്, ഞാൻ കറുത്തിട്ട്, ഞാൻ ബ്രഹ്മചാരി, ഞാൻ ഗൃഹസ്ഥൻ, ഞാൻ സന്യാസി. അവിടെ ദേഹോഹം എന്നുള്ളതാണ്. ഞാൻ ദേഹമാകുന്നു. വിദ്വാനോ ദേഹേഹം, ദേഹത്തിൽ ഞാനിരിക്കുന്നു. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഒരാൾക്ക് ദേഹേഹം ബുദ്ധി, മറ്റേ ആൾക്ക് ദേഹോഹം ബുദ്ധി. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു പുള്ളിയുടെ വ്യത്യാസമേ ഉള്ളൂ. ചിന്തിക്കൂ. അപ്പം സർവകർമ്മങ്ങളെയും ലൗകികങ്ങളെയും വൈദികങ്ങളെയും
എല്ലാത്തിനെയും നിത്യ നൈമിത്തിക കാമ്യ പ്രായശ്ചിത്ത രൂപങ്ങളായ സകല കർമ്മങ്ങളെയും സന്യസിച്ച് സുഖമായിട്ടിരിക്കുന്നു. ആര്? വശി. വശിയാണ്. വശി എന്ന് പറഞ്ഞാൽ സർവത്തെയും വശത്തിൽ വച്ചിരിക്കുന്നവൻ. സർവത്തെയും വശത്തിൽ വച്ചിരിക്കുന്നവൻ. അവനവൻ്റെ ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ, ബുദ്ധിയെ, ഉപാധികളെ വശത്തിൽ വച്ചിരിക്കുന്നവൻ. എല്ലാ ഉപാധികളെയും വശത്തിൽ വച്ചിരിക്കുന്നവനാണ് വശി. വശിക്ക് തന്നെയാണ് നമ്മൾ സ്വാമി എന്ന് പറയുന്നത്. സ്വാമി എന്ന് സാധാരണ പറയാറുണ്ട്. സ്വാമി എന്ന് പറഞ്ഞാൽ യജമാനൻ. എന്തിൻ്റെ യജമാനൻ? മനസ്സിൻ്റെ, ബുദ്ധിയുടെ, ഉപാധികളുടെ യജമാനൻ. എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയല്ലേ. അപ്പോൾ സുഖം ആസ്തേ എന്നുള്ളത് ശരിയാവില്ല. അപ്പോൾ അവിടെ പരന്ന് ഇത്രയും സ്ഥലത്തുള്ളവരൊക്കെ അങ്ങോട്ട് വന്നാലുള്ള സ്ഥിതി എന്താ? അത് കുറച്ച് കഠിനാവും. സാരമില്ല. അപ്പോൾ വശി സർവകരണങ്ങളെയും വശത്തിൽ വെച്ചിരിക്കുന്ന ആള് സർവകർമ്മങ്ങളെയും സന്യസിച്ച് സുഖമായിട്ടിരിക്കുന്നു. സന്യസ്യ സുഖമാസ്തേ. സന്യസിച്ചിട്ട് സുഖമായിരിക്കുന്നു. സുഖത്തിനല്ലേ സന്യസിക്കണത്, വേറെ എന്തിനാ? ഇപ്പം എന്തിനാ ജീവിക്കണത്? കള്ളം പറയരുത്, സത്യമേ പറയാവൂ. സത്യം പറയാതിരിക്കാം, പക്ഷെ പറയുന്നുണ്ടെങ്കിൽ സത്യമേ പറയാവൂ. സുഖത്തിനാണ് ജീവിക്കണത്. ഒരാൾ ചോദിക്കുക, സ്വാമി എന്താ ലക്ഷ്യമാക്കണത്? എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, എന്താ നിങ്ങളുടെ ലക്ഷ്യം? സുഖം, അല്ലാണ്ടെന്താ? വേറെ ഒരു ലക്ഷ്യമില്ല. വെറുതെ അവിടെ മനുഷ്യനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ പറയണതെന്തിനാ? നിശ്രേയസ്സമാണ് എൻ്റെ ലക്ഷ്യം, ഈശ്വര സാക്ഷാത്കാരമാണ്. വേണ്ടാതീനം പറഞ്ഞതെന്തിനാ? ഈശ്വര സാക്ഷാത്കാര ലക്ഷ്യം അതെന്തിനാ? ഈശ്വര സാക്ഷാത്കാരം. ഈശ്വരൻ സുഖസ്വരൂപനായതുകൊണ്ട് സുഖത്തിന് വേണ്ടിയാ ഈശ്വര സാക്ഷാത്കാരം ലക്ഷ്യമാക്കുന്നത്. അല്ല, ഒരാൾ പറയുകയാണ് ഈശ്വര സാക്ഷാത്കാരം ദുഃഖപ്രദമാണെന്ന് പറഞ്ഞാൽ, അയ്യോ എന്നാൽ എനിക്ക് വേണ്ട പറയും. മോക്ഷം ദുഃഖനിവൃത്തിയാണ്, ദുഃഖനിവൃത്തി സുഖപ്രാപ്തിയാണ്. ചിന്തിക്കുക. സർവഭൂതങ്ങളുടെ സകല പ്രവൃത്തികളും സുഖത്തിനായിക്കൊണ്ടാണ്. അതാണ് പറഞ്ഞത് സുഖം സന്യസ്യ സുഖമാസ്തേ. സന്യസിച്ചിട്ട് സുഖമായിരിക്കുന്നു. നിങ്ങളെ പ്രേരിപ്പിക്കാനാന്ന് വിചാരിക്കേണ്ട കേട്ടോ. അങ്ങനെ ആരും വിചാരിക്കേണ്ട. നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് സന്യാസത്തിലേക്ക് വരൂ വരൂ പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷെ വസ്തുത പറയാതിരിക്കാൻ വയ്യല്ലോ. ഇപ്പോൾ സുഖത്തിനായിക്കൊണ്ടുള്ള പണിയാണ് സന്യാസം. വളരെ സുഖ. സന്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ, പാരമാർത്ഥിക സന്യാസത്തിലെത്തിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാണ്ട് സുഖമായിരിക്കുക. ഒരു പണിയെടുക്കണ്ട. ഈ ഒരു പണിയെടുക്കാണ്ട് സുഖമായിരിക്കണമെങ്കിൽ ഒരുപാട് പണിയെടുക്കണം കേട്ടോ. അത് വേറെ വിഷയം. ഒരുപാട് പണിയെടുത്താലേ ഒരു പണിയെടുക്കാണ്ട് സുഖമായിരിക്കാൻ പറ്റും. നല്ലപോലെ ചിന്തിക്കുക സൂക്ഷ്മാർത്ഥങ്ങൾ. ഈ സൂക്ഷ്മാർത്ഥം ഒന്നും മനസ്സിലാക്കാതെയാണ് സത്യം പറയണത് സന്യാസിമാരെ നിന്ദിക്കാൻ വേണ്ടിയിട്ട്. അവരുദ്ദേശിക്കണത് വേറെയാ, പക്ഷെ സത്യം അതാണ്. ഇല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് സന്യസ്യ സുഖം ആസ്തേ. കഹ, ആര്? വശി. എവിടെ? നവദ്വാരേ പുരേ. നൈവ കുറുവൻ ന കാരയൻ. ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യിക്കാതെ. നൈവ കുറുവൻ ന കാരയൻ. ഒന്നിനെയും ചെയ്യുന്നവനുമല്ല ചെയ്യിക്കുന്നവനുമല്ല. ഇതിൻ്റെ മൂലം 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേദാവിനാശിനം നിത്യം ഏനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം. ഹേ അർജുന,
ഈ ആത്മസ്വരൂപത്തെ അവിനാശിയെന്നും നിത്യനെന്നും അജനെന്നും അവ്യയനെന്നും ആര് മനസ്സിലാക്കുന്നുവോ അവൻ ആരെ കൊല്ലും, ആരെ കൊല്ലിക്കും, എങ്ങനെ കൊല്ലും, എങ്ങനെ കൊല്ലിക്കും. അവിടെ കൊല്ലുക കൊല്ലിക്കുക എന്നുള്ളത് യുദ്ധാധികരണത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാണ്. അപ്പം നമ്മളെന്ത് മനസ്സിലാക്കണം? ചെയ്യുക ചെയ്യിക്കുക എന്ന് മനസ്സിലാക്കണം. അവൻ എന്ത് എങ്ങനെ ചെയ്യും, എന്ത് എങ്ങനെ ചെയ്യിക്കും. ഒന്നും ചെയ്യണമില്ല, ചെയ്യിക്കണമില്ല. ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം മലപ്പുറം ജില്ലയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കമ്മു എന്നായിരുന്നു. എല്ലാവരും കമ്മുവാക്ക എന്നാണ് വിളിക്കുക. കമ്മുക്കാക്ക എന്നുള്ളതിൽ ഓപിച്ച് കമ്മുവാക്ക എന്ന് വിളിക്കുകയാണ്. ഒരു അരുവിയുടെ മധ്യത്തിൽ വലിയൊരു കല്ലുണ്ട്. രാവിലെ ആവുമ്പോൾ ഈ കല്ലിൻ്റെ മുകളിലവിടെ പോയിരിക്കും. ചിലർ ചോദിക്കും, അല്ല കമ്മുവാക്ക നിങ്ങൾ എന്താ ചിന്തിച്ചിരിക്കണത്? അല്ല, എന്താ ചിന്തിക്കേണ്ടതെന്ന് ചിന്തിക്കുകയാണ്. അദ്ദേഹത്തെ അതുകൊണ്ട് നാട്ടുകാർ പേര് കൊടുത്തു, ചിന്തക്കമ്മു എന്ന് പേര് കൊടുത്തു. ഇത് കഥയല്ല, ചിന്തക്കമ്മു. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട്, അല്ല നിങ്ങൾ എന്താ കമ്മുവാക്ക അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണത്? കാരണം രാവിലെ പോയാൽ ഇരിക്കുക പണി, വേറെ ഒരു പണിയില്ല. വിശക്കുമ്പോൾ എവിടെയെങ്കിലും പോവും, ആരെങ്കിലും ഭക്ഷണം കൊടുക്കും, അത് കഴിക്കും. എന്താ ചിന്തിക്കേണ്ടതെന്ന് ചിന്തിക്കുകയാണ്. എത്ര ഉന്നതമായൊരു വിഷയമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതിന് ഉത്തരം കിട്ടണവരെ ചിന്തിക്കുക തന്നെ, അല്ലാണ്ടെന്താ? എന്താ ചിന്തിക്കേണ്ടതെന്ന് ചിന്തിക്കുക. നൈവ കുർവൻ ന കാരയൻ. ഒന്നും ചെയ്യുന്നുമില്ല, ചെയ്യിപ്പിക്കുന്നുമില്ല. ചെയ്യിപ്പിക്കുന്നുമില്ല വെച്ചാൽ എവിടെ ഇരിക്കണത്? എന്തെങ്കിലും ചെയ്യണം വെച്ചാൽ നമുക്ക് ഇളകണം. ഒന്നും ചെയ്യാത്തവൻ ചെയ്യിക്കാത്തവൻ എവിടെ ഇരിക്കുന്നു? തന്നിലിരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? താനായിരിക്കുന്നു. അല്ലാത്തവരൊക്കെയോ പലതുമായിരിക്കുന്നു, പലതിലിരിക്കുന്നു. ഒരു നിമിഷം ചിന്തിച്ച് നോക്കൂ, നമ്മളൊക്കെ എന്തിലൊക്കെയാണ് ഇരിക്കണതെന്ന്. അവനിലിരിക്കുന്നു, അവളിലിരിക്കുന്നു, അതിലിരിക്കുന്നു. കൂട്ടുകാരനൊന്നും ചിരിച്ചില്ലാച്ചാൽ തന്നെ പ്രശ്നമായി ഇല്ലേ? എന്താ വല്ലാണ്ടിരിക്കണേ? മുഖമൊക്കെ വല്ലാതെ ഉണ്ടല്ലോ, എന്താ പറ്റിയേ? അത് സ്വാമി, ഞാനിങ്ങോട്ട് വരുന്ന പ്രഭാഷണത്തിന് വരുന്ന വഴിക്ക് എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനെ കണ്ടു. കണ്ടിട്ടോ നിനക്ക് വിഷമം? കണ്ടതിലല്ല, അവൻ എന്നെ കണ്ടിട്ടൊന്നും ചിരിക്കുക പോലും ചെയ്തില്ല. ചിരിച്ചില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവന് സന്തോഷമായില്ല, സ്നേഹമായില്ല എന്നൊന്നുമല്ല. മറിച്ച് അവൻ്റെ മുഖത്തെ ഏതാനും മാംസപേശികൾ സങ്കോചിക്കുകയും മറ്റേതാനും മാംസപേശികൾ വികസിക്കുകയും ചെയ്തില്ല എന്നേ അർത്ഥമുള്ളൂ. അപ്പം നമ്മൾ എവിടെയാണ് ഇരുന്നത്? കൂട്ടുകാരുടെ മുഖത്തെ മാംസപേശിയിൽ. ഇങ്ങനെ എന്തിലൊക്കെയാണ് നമ്മൾ ഇരിക്കണേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നിമിഷം ഒന്നിരുന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ പിന്നെ എപ്പോഴാ നമ്മളിരിക്കുക? നൈവ കുർവൻ ന കാരയൻ. ഒന്നും ചെയ്യുന്നുമില്ല, ചെയ്യിക്കുന്നുമില്ല. ഇതാണ് വിജ്ഞാനിയുടെ സഹജമായ സ്ഥിതി. നോക്കൂ, സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി നൈവ കുർവൻ ന കാരയൻ. അതെങ്ങനെയാണ്? അതിൻ്റെ പിന്നിലുള്ള വീക്ഷണം എന്താ? അടുത്ത ശ്ലോകത്തിൽ നമുക്ക് പഠിക്കാം.